ലോകാവസാനത്തിന്റെ അടയാളമായ ഒരു മത്സ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്റർനെറ്റിൽ വൈറലായിരിക്കുന്നത് ലോകം അവസാനിക്കുന്നതിന്റെ അടയാളമായി പറയപ്പെടുന്ന ഈ ഒരു മീനിന്റെ വീഡിയോ ആണ്. കഴിഞ്ഞ 1000 വർഷങ്ങൾക്കിടയിൽ വെറും 200 തവണ മാത്രം മനുഷ്യരുടെ ദൃഷ്ടിയിൽ വന്നിട്ടുള്ള കടലിന്റെ ഏറ്റവും ആഴമുള്ള ഇടങ്ങളിൽ 3000 അടിക്കും താഴെ മാത്രം ജീവിക്കുന്ന ഭീമൻ മത്സ്യം ഓർഫിഷിനെയാണ് ജപ്പാനീസ് മിത്തോളജി പ്രകാരം ദുരന്തങ്ങളുടെ ദൂതനായി കണക്കാക്കുന്നത്. ഡൂംസ്ഡേ ഫിഷ് എന്നുകൂടി അറിയപ്പെടുന്ന ഓർഫിഷുകൾ ഓരോ തവണയും തീരത്തെടുത്തപ്പോൾ ലോകത്ത് സംഭവിച്ചത് ഭൂകമ്പവും സുനാമിയും അടക്കം വലിയ ദുരന്തങ്ങളാണെന്ന് അവർ അവകാശപ്പെടുന്നു. സാധാരണഗതിയിൽ ഇതുവരെയും തീരത്തടിഞ്ഞിട്ടുള്ളത് 40 അടിയോളം നീളവും 250 കിലോഗ്രാമോളം ഭാരവും വരുന്ന ഓർഫിഷുകളുടെ ജഡങ്ങളാണെങ്കിൽ കഴിഞ്ഞ ഫെബ്രുവരി 9-ാം തീയതി മെക്സിക്കോയിലെ ബജ കാലിഫോർണിയ സൂർ എന്ന സ്ഥലത്ത് ആളൊഴിഞ്ഞ ബീച്ചിൽ കണ്ടെത്തിയത് വെള്ളി നിറത്തിൽ തിളങ്ങുന്ന ഓർഫിഷിന്റെ ഒരു കുഞ്ഞ് ജീവനോടെ തീരത്തടിഞ്ഞതാണ്. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇന്റർനെറ്റിൽ തീ കൊളുത്തിയ ലോകാവസാന സിദ്ധാന്തങ്ങളുടെ കാരണമായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. ജാപ്പനീസ് മിത്തോളജി പ്രകാരം അവരുടെ ദേവന്മാരെല്ലാം കടലിനടിയിലാണ് ജീവിക്കുന്നത്. ഭൂമിയിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് മുൻപേ, പ്രത്യേകിച്ചും ഭൂമി കുലുക്കമോ സുനാമിയോ ഒക്കെ സംഭവിക്കുന്നതിന് മുൻപേ ദേവന്മാരുടെ ദൂതുമായി മനുഷ്യർക്ക് മുന്നറിയിപ്പ് നൽകാൻ സന്ദേശവാഹകരായി എത്തുന്ന ജീവിവർഗമാണ് ഡൂംസ്ഡേ ഫിഷ് എന്നറിയപ്പെടുന്ന ഓർഫിഷ്. 2011-ൽ 15,000-ഓളം പേർക്ക് ജീവൻ നഷ്ടമായ ജപ്പാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂകമ്പത്തിനും സുനാമിക്കും ഫുകുഷിമ ആണവ ദുരന്തത്തിനും ദിവസങ്ങൾക്ക് മുൻപ് 20ഓളം ഓർ മത്സ്യങ്ങളെ കരക്കടിഞ്ഞതായി കണ്ടത് ഇതിനോട് ചേർത്ത് പറയപ്പെടുന്നു. ഈ അടുത്ത് 2024 ഡിസംബറിൽ കാലിഫോർണിയയിൽ ഉണ്ടായ ഭൂകമ്പത്തിന് മുൻപ് ഓർ മത്സ്യങ്ങളെ തീരത്തോടടുത്ത് കണ്ടതായി പറയുന്നുണ്ട്. എന്നാൽ സയൻസ് പ്രകാരം തന്നെ 2 വാദങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ നിലനിൽക്കുന്നത്. ഒന്ന്, ഭൂമിയിൽ ഉണ്ടാകുന്ന പല പ്രകൃതി ദുരന്തങ്ങളും മുൻകൂട്ടി കാണാനുള്ള ഒരു ശേഷി, ഒരു കഴിവ് അത് പല മൃഗങ്ങൾക്കും മത്സ്യങ്ങൾക്കും ഉള്ളതായി പറയപ്പെടുന്നുണ്ട്. അതേസമയം അത്രയും സമുദ്രാഴങ്ങളിൽ മാത്രം ജീവിക്കുന്ന ഓർ മത്സ്യങ്ങൾ ഇപ്പോൾ കൂടുതലായി കരക്കടിയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം, അത് സമുദ്രത്തിന്റെ അത്രയും ആഴങ്ങളിൽ പോലും വലിയ പീക്ക് ടെമ്പറേച്ചർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തതുകൊണ്ടാണ് എന്നും കൂടി സയൻസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും പുരാതന കാലം മുതൽ കപ്പൽ യാത്രികരെ ഭയപ്പെടുത്തിയിരുന്ന 10% പോലും സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത 3500 അടിക്കും താഴെ സമുദ്രത്തിൽ ജീവിക്കുന്ന കുത്തനെ ഉയർന്നു നീന്തുന്ന ഭീമാകാരനായ കടൽ മത്സ്യം ഓർഫിഷ് അഥവാ ഡൂംസ്ഡേ ഫിഷ് ഇന്റർനെറ്റ് കോളങ്ങളിൽ ദുരന്തങ്ങളുടെയും ലോകാവസാനത്തിന്റെയും പടർത്തുകയാണ്.